കുറച്ച് നാളുകൾ ഇൻസ്റ്റാ റീലുകളൊക്കെ കാണാൻ പറ്റുന്നത് റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന ഒരു പുസ്തകമായിരുന്നു. കാരണം അത് പല രീതിയിൽ യുവാക്കൾ യുവതികൾ ഒക്കെ അതെടുത്ത് റീലാക്കി അവരുടേതായ രീതിയിൽ അത് ഈ പറഞ്ഞോണം പ്രൊമോഷൻ ചെയ്യുകയും ചെയ്തു. അത് അവർ സ്വമേധയെ ചെയ്യുന്ന ആരായാലും അത് ചെയ്തു പോകും. കാരണം റാം കെയർ ഓഫ് ആനന്ദി ഈ റീലുകൾ കണ്ട് ഞാനും വായിച്ചിരുന്നു. വളരെ ഒരു പക്ഷേ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ മെനക്കെട്ടിരുന്ന് വായിച്ച മറ്റൊരു പുസ്തകം എനിക്കുണ്ടാവില്ല. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, അതിനേക്കാളും മനോഹരമായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു പുസ്തകമാണ് റാം കെയർ ഓഫ് ആനന്ദി. വളരെ കുട്ടികൾക്ക് പോലും വായിക്കാൻ പറ്റുന്ന സാധാരണക്കാരുടെ ഭാഷയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതിനെപ്പറ്റി പറയാൻ ആണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. കാരണം ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിലേക്കൊക്കെ എന്നെ ഒരു നിമിഷം അതെ ഒരു നമ്മളൊരു മൂവി ഒരു വിഷ്വലി എങ്ങനെയാണോ കാണുന്നത് അതുപോലെയാണ് എനിക്ക് ആ ഒരു പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. അത് അഖിൽ പി ധർമ്മജൻ്റെ പുസ്തകമായിരുന്നു. ഞാൻ പക്ഷേ ഇത് വായിച്ചപ്പോൾ വളരെ ഹിറ്റായ ഒരു പുസ്തകമാണത്. ഒരു പക്ഷേ ഇത്രത്തോളം ഹിറ്റായ ഈ ഇടകാലങ്ങളിൽ എഴുത്തുകാരുടെ ഇത്രത്തോളം ഹിറ്റായ ഒരു പുസ്തകം ഉണ്ടാവില്ല. ഒരു പക്ഷേ മാധവിക്കുട്ടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഹിറ്റായ ഒരു പുസ്തകം ഈ ഒരു പുസ്തകം എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും. ഇതിനിപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ്. എനിക്ക് സാറിനോട് പറയാനുള്ളത് ഈ ഒരു പുരസ്കാരം കിട്ടിയപ്പോഴത്തേക്ക് തന്നെ ചില സാംസ്കാരിക നായകന്മാർക്കും ഭയങ്കരമായിട്ട് അങ്ങ് കുരു പൊട്ടാൻ തുടങ്ങി. ഞാൻ ആ പച്ച മലയാളത്തിൽ തന്നെ അങ്ങനെ വീണ്ടും എടുത്ത് പറയാം, കുരു പൊട്ടുക എന്നുള്ളൊരു വാക്ക്, കുരു പൊട്ടാൻ തുടങ്ങി. ഇതെന്താണ് ഇവർക്ക് ഇത്രമാത്രം ഈ അഖിൽ പി ധർമ്മജനോടും റാം കെയർ ഓഫ് ആനന്ദി എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിനോട് ഇത്ര അസൂയ? അതായത് ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്ന് തോന്നി. ഒരുപാട് പേര് നല്ല സാറിത് വായിച്ചോ. അപ്പം ഞാൻ വായിച്ചില്ലെങ്കിൽ നാണക്കേട് ആവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാനും ഒന്ന് വായിക്കണം. പബ്ലിക് ലൈബ്രറിയിൽ ചെന്ന് അത് ചോദിച്ചു. അവിടെ കോപ്പിയുണ്ട് സാറേ, ഇപ്പോഴെങ്ങും കിട്ടുകയില്ല, അത് ബുക്കിങ്ങാണ്. നീണ്ട ഒരു ലിസ്റ്റുണ്ട്. ഞാനപ്പോൾ ഈ പുസ്തകം നല്ലതോ ചീത്തതോ അറിയപ്പെടുന്ന എഴുത്തുകാരനൊന്നും അല്ലല്ലോ, അപ്പോൾ വാങ്ങിക്കണ്ടെന്ന് കരുതി. അപ്പോൾ ഓസിനങ്ങ് വായിക്കാമെന്ന് തന്നെ വിചാരിച്ചു, നല്ലതോ ചീത്തയോ എന്ന് അറിയാത്തതുകൊണ്ട്. അപ്പോൾ ലിസ്റ്റിൽ പെട്ടതിന് ശേഷം 2 മാസം കഴിഞ്ഞാണ് പുസ്തകം റെഡി. ഇപ്പോഴാണ് വന്നത്. 2 കോപ്പിയുണ്ട് അവിടെ. 2 കോപ്പി ഉണ്ടായിട്ട് 2 മാസം കാത്തിരിക്കേണ്ടി വന്നു സിനിമയുടെ ബുക്കിംഗ്. നമ്മൾ പണ്ടത്തെ കാലത്ത് ഹീറോ ഹോണ്ട ബൈക്കൊക്കെ ബുക്ക് ചെയ്യാൻ കാത്തിരുന്നതിനേക്കാൾ കൂടുതൽ സമയം എടുത്തുകൊണ്ടാണ് നമുക്ക് ആ പുസ്തകം കിട്ടിയത്. പുസ്തകം ഞാൻ ആദ്യം മുതൽ വായിച്ചു, താല്പര്യപൂർവ്വം വായിച്ചു. ഞങ്ങളുടെ ഈ പഴയ തലമുറയിലെ ആൾക്കാരുടെ ടേസ്റ്റിന് ഇണങ്ങുന്ന പുസ്തകമല്ലെങ്കിലും ഞാൻ ആ പുസ്തകത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് അവർക്ക് കമൻറ്റ് കൊടുക്കണം. അത് എഴുതി. കാരണം എന്തെന്ന് വെച്ചാൽ പുസ്തകം മരിക്കുന്ന കാലഘട്ടമാണ്. വായന ദിനം കടന്നു പോയിരുന്നു. വായന മരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇൻ്റർനെറ്റ് റീഡിംഗ് നടക്കുന്നുണ്ട്. പക്ഷേ പുസ്തകമായിട്ട് ആളുകൾ വായിക്കുന്ന ഒരു സമ്പ്രദായം ലോകമാകെ കെട്ടടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ജർമ്മനി പോലുള്ള സ്ഥലങ്ങളിൽ പബ്ലിക് പാർക്കുകളിൽ ഗവൺമെൻറ് തന്നെ ആളുകൾക്ക് വായിക്കാൻ വേണ്ടി പുസ്തകം അവിടെ എത്തിച്ചു കൊടുക്കുകയാണ്, വായനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നടക്കുമ്പോൾ കേരളത്തിലും അതിന് ആനുപാതികമായിട്ട് നമ്മുടെ വായനയിൽ പുസ്തകങ്ങളുടെ കുറവുണ്ട്. ഇപ്പോൾ ലൈബ്രറിയിൽ നിന്ന് ഞാൻ JM കൂച്ചയുടെയൊക്കെ പുസ്തകങ്ങൾ എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ലെൻഡേഴ്സ് ലിസ്റ്റിലേക്ക് നമ്മൾ നോക്കും. ആദ്യമായിട്ട് എടുത്തിരിക്കുന്ന ഞാനാണ്. നമ്മളെ ഹോണ്ട് ചെയ്യുന്ന കഥകൾ എഴുതുന്ന ഷാർലി ബ്രോണ്ടിയോ അങ്ങനെ എമിലി ബ്രോണ്ടിയോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, തോമസ് ഹാർഡി അങ്ങനെയൊക്കെയുള്ളവർ എഴുതുന്ന പുസ്തകങ്ങൾ നോക്കുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഞാൻ, അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഞാൻ. അതാണ് ഇവിടുത്തെ സ്ഥിതി. കാരണം ഇത്ര അധികം നമ്മളെ ഹോണ്ട് ചെയ്യുന്ന ആഴത്തിലെഴുതുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളൊന്നും ഇപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമില്ല. ഇപ്പോൾ ജേക്കബ് എബ്രഹാമിൻ്റെ ഒരു പുസ്തകം അടുത്തിടെ വളരെ നല്ല രീതിയിൽ വായിക്കപ്പെട്ടു. ഞാനതും വായിച്ചു നോക്കി. കാമ്പും കഴമ്പും ഒന്നും വലുതായിട്ടില്ല, ആഴവുമില്ല, നമ്മളെ ഹോണ്ട് ചെയ്യുന്നില്ല. പക്ഷേ തമാശ, അതിനൊരു ഹ്യൂമറുണ്ട്, ഹ്യൂമർ സെൻസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ അഖിൽ ധർമ്മജൻ്റെ പുസ്തകത്തിലാണെങ്കിൽ നല്ല അടിമുടി ഹ്യൂമറാണ്. ഈ ജീവിതത്തെയൊക്കെ ഇങ്ങനെ ആഴത്തിലും വിഷമത്തോടും വിഷാദത്തോടും കാണുന്ന ആ കാലഘട്ടമൊക്കെ അങ്ങ് അസ്തമിച്ചു. ടോൾസ്റ്റോയുടെ നോവലാവട്ടെ, അല്ലെങ്കിൽ നന്ദനാരുടെ കഥകളാകട്ടെ, MTയുടെ പോലും ആ ഒരു രീതിയൊക്കെ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ആ രീതിയിലുള്ള പുസ്തകങ്ങൾ ഇന്ന് ആർക്കും വേണ്ടത് ജീവിതത്തിൻ്റെ എല്ലാവിധ ദുരന്തങ്ങളെയും വളരെ തമാശയോടുകൂടി കാണുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ കഥകളിലുമെല്ലാം വികസിച്ച് പുരോഗമിച്ചു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പാരമ്യമാണ് അഖിൽ ധർമ്മജൻ്റെ ഈ പുസ്തകത്തിലും. അവർക്ക് കരയാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് തന്നെയാണ് അവർ വിളിച്ചു പറയുന്നത്. ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ പേറി നടക്കാൻ അവർക്ക് മനസ്സില്ല. ആ കരച്ചിലുകളെ, അവരുടെ ഇല്ലായ്മകളെ ഒക്കെ ഒരു തമാശൻ്റെ രൂപത്തിലങ്ങ് കാണുന്ന ഒന്നാണിത്.
അപ്പോൾ ചെന്നൈയിൽ അവിടെ ചെല്ലുന്നു. ചെന്നൈ ചെല്ലുമ്പോൾ അവിടെ പൈപ്പ് വെള്ളം കുടിച്ചതിൻ്റെയൊക്കെ കഥകൾ നമ്മൾ പൈപ്പ് വെള്ളം കുടിച്ച് പട്ടിണി കിടന്നതിൻ്റെയൊക്കെ കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്, ധാരാളം സിനിമകളിലൂടെ കണ്ടിട്ടുണ്ട്, കഥകളിലൂടെ ഒക്കെ വായിച്ച് വികസിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോൾ നോക്കൂ, അതിനകത്ത് ഒരൊറ്റ സെൻറ്റൻസില്ല, ഒരു ഫ്രേസ് മാത്രം വായിക്കാം. ചെന്നൈ ഉങ്കളൈ അൻപുൾ വരവേൽപ്പിതറത്, തമിഴാണത്. ചെന്നൈ ഉങ്കളൈ അൻപുളൻ വരവേൽക്കിറത് എന്നൊക്കെയാണ്. ആ തമിഴുമൊക്കെ ചേർത്തിട്ട് ഇത് ചെന്നൈ നഗരം കേന്ദ്രമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. ആ കഥയിലെ 2 കഥാപാത്രങ്ങളാണ് ഈ ആനന്ദിയും അതുപോലെ തന്നെ റാമു. അവർ തമ്മിലുള്ള ബന്ധങ്ങളുടെ, നമ്മുടെ പഴയകാല പ്രണയങ്ങളെ പോലുള്ള ഒന്നല്ലത്, എല്ലാം വളരെ തമാശയായിട്ട് കാണുകയും ഒക്കെ ചെയ്യും, വളരെ കൂടുതൽ അടുക്കുകയും എന്നാൽ ആഴത്തിലുള്ള ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ളൊരു പ്രണയമാണ് അവർ തമ്മിൽ വികസിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ട്രാൻസ്ജെൻഡർ കഥാപാത്രത്തെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. ആ കഥാപാത്രത്തിൻ്റെ പേര് മല്ലി എന്നാണ്. ഇതിൽ തിരുനങ്കൈ എന്നാണ് മറ്റൊരു തമിഴ് അവരുടെ പേര്, തിരുനങ്കൈ. അത് ഈ നാരികളെ പറയുന്ന പേരാണ്, തിരുനങ്കൈ എന്ന മല്ലി. ഈ മല്ലിയെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഈ സൂര്യമല്ലി എന്ന് പറയുന്ന നമ്മുടെ പ്രശസ്തയായിട്ടുള്ള ട്രാൻസ്ജെൻഡറിനെ പറ്റി ഓർത്തുപോയി. സൂര്യ മല്ലികയാണെന്ന് തോന്നുന്നു അല്ലേ? അറിയാം. ആ തരത്തിലുള്ള കഥാപാത്രത്തിൻ്റെ പേര് ഇതിൽ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ സരസമായിരിക്കുന്നു. പാതിരാത്രിക്കും മറ്റും വടിയും കൊണ്ട് അമ്മുമ്മ ഇറങ്ങി ഓടുന്ന ആ രംഗങ്ങളുമൊക്കെ വളരെ നമുക്ക് പ്രത്യേകിച്ചും പുതിയ തലമുറയ്ക്ക് വളരെ ചിരിക്കാനുള്ള വക നൽകുന്നതാണ്. നമുക്ക് വായിക്കുമ്പോൾ മുഷിയില്ല. അതുകൊണ്ട് ഇതിനകത്ത് കുറെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ദുമേനോണ് അവരുൾപ്പെടെയുള്ളവർ മുത്തുച്ചിപ്പി എന്നുള്ള രീതിയിലാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി ഈ പുസ്തകത്തെ വിമർശിച്ചിരിക്കുന്നത്. മുത്തുച്ചിപ്പ്, പഴയ മുത്തുച്ചിപ്പി കഥകളുണ്ടല്ലോ, അതുമായിട്ടാണ് ബന്ധപ്പെട്ട ഞാനും സാറ് ഇത് വായിച്ചതാണ്. ഇതിനകത്ത് ഒരുപാട് കഥാതന്തുക്കളുണ്ട് അല്ലേ, ഒരുപാട് ഈ ഒരു നമ്മളുടെ സാമൂഹിക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇപ്പൊ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡർ LGBTQ ആ ഒരു ഇതിൽ പെടുന്ന ഒരു ട്രാൻസ്ജെൻഡറുടെ കഥ വളരെ രീതിയിൽ അതിനകത്ത് ഈ റാം കെയർ ഓഫ് ആനന്ദിയിൽ പറയുന്നുണ്ട്. അവരനുഭവിക്കുന്ന വേദനകൾ, തിക്താനുഭവങ്ങൾ, അവർക്ക് ഉണ്ടായിരിക്കുന്ന ക്ഷതങ്ങൾ, ഒരു പക്ഷേ അവരുടെ ശാരീരിക അവസ്ഥകൾ, അവരുടെ മനോവിചാരങ്ങൾ, ഇതൊക്കെ കൃത്യമായിട്ട് ഒരുപക്ഷെ മറ്റേതിനേക്കാളും തുറന്നടിച്ച് അഖിൽ അതിനകത്ത് പറയുന്നുണ്ട്. മാത്രമല്ല ശ്രീലങ്കൻ വംശജർ, അതിലെ ആനന്ദി എന്ന് പറയുന്ന കഥാപാത്രം ഈ പറഞ്ഞോണം വന്ന് താമസിച്ചതാണ്. എന്തോ ഇതിന് പറയുന്നത്, ഈ ശ്രീലങ്കൻ പ്രസ്ഥാനത്തിന്റെ അതിൽ നിന്ന് വന്ന് ഇവിടെ വന്ന് താമസിക്കുകയും അവരെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു സാമൂഹിക രാഷ്ട്രീയ പരിസ്ഥിതിയൊക്കെ പറയുമ്പോഴും ഇതിനകത്തൊരു കഥാതന്തുമില്ല, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നും സമൂഹത്തിന് കൊടുക്കാനൊന്നുമില്ല എന്ന് പറയുന്ന ഈ സാംസ്കാരിക നായികമാരുടെ ഒറ്റ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. കാരണം വായിക്കാൻ പറ്റില്ല. കാരണം ഇപ്പം ഞാനൊക്കെ പണ്ടൊക്കെ കുറേ പുസ്തക പുഴുക്കളായി, ഇപ്പോഴേ ഈ ജോലിയും സാഹചര്യമൊക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ പുസ്തകം വായിക്കാറില്ല. അത് ആ തിരക്കിനിടയിൽ എനിക്ക് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്ന പുസ്തകം ഒറ്റ ഇരിപ്പിന് വായിച്ചു തീർക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത് ആ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ബോറിംഗ് അല്ലാത്ത എഴുത്താണ്. ബോറിംഗ് അല്ലാത്ത എഴുത്തെന്ന് പറയാം. ഒരു പക്ഷെ കുട്ടികൾ, ഈ യുവജനങ്ങളൊന്നും പുസ്തകങ്ങളെ വായിക്കത്തില്ല. സാറ് ഈ റാം കെയർ ഓഫ് ആനന്ദി അടിച്ചു നോക്കി റീലുകൾ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം റീലുകളാണ് വരുന്നതെന്നറിയോ. ഇത്രയേറെ യുവജനങ്ങൾ ഏറ്റെടുത്ത ഒരു പുസ്തകം വേറെ ഒന്നുമില്ല. അപ്പൊ അവരെല്ലാം തുടക്കക്കാരാണ്. ഒരുപക്ഷെ ഈ പുസ്തകം ഇങ്ങനെ വായിക്കുന്നവരല്ല. അപ്പൊ തുടക്കക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻസ് ഒരെണ്ണം കൊടുക്കാൻ പറ്റുന്ന ഒന്നാണ് റാം കെയർ ഓഫ് ആനന്ദി. ഈ പുസ്തകം വായിച്ചു തുടങ്ങിയാൽ പിന്നെ പതുക്കെ പുസ്തകങ്ങളിലേക്ക് ആൾക്കാർ തിരിയുമെന്നത് എനിക്ക് 100% ഉറപ്പാണ്. ഒരുപക്ഷെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചതിന് ശേഷമാണ് ഞാൻ പിന്നീട് പുസ്തകം ഒന്ന് വായിക്കാനുള്ളൊരു തുടക്കം വീണ്ടും ഇട്ടു തുടങ്ങിയത്. കാരണം നമ്മൾ പണ്ടൊക്കെ കാണുന്ന മാധവിക്കുട്ടിയുടെ, ബഷീറിന്റെ ഒക്കെ കഥകളുടെ ഒരു അംശം എനിക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. പച്ചയായ മനുഷ്യരുടെ ജീവിത സാഹചര്യങ്ങൾ അതുപോലെ എടുത്തു കാണിക്കാൻ ഈ അഖിലിന് പറ്റിയെന്നുള്ളത് സാറിന് തോന്നിയില്ലേ? അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാനും പറഞ്ഞിരുന്നത്. എൻ്റെ കമൻറ്റുകൾ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ തന്നെ നമ്മൾ ഒരേ വേവ് ലെങ്ത്തിലാണ് ആ കാര്യത്തിൽ. ഈ ട്രാൻസ്ജെൻഡറിനെ ഒരു കഥാപാത്രമായി കൊണ്ടുവന്ന് ആ സമൂഹം നേരിടുന്ന ദുരന്തങ്ങളെ, അവരുടെ ദുരിതങ്ങളെ എല്ലാം നന്നായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്നു എന്നുള്ളത്. പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ പുസ്തക വായനയ്ക്ക് ഇതൊരു വലിയ കാറ്റലിസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ആ തരത്തിൽ ഇന്ദുമേനോനുമൊക്കെ സ്വാഗതം ചെയ്യേണ്ടതാണ്.
പക്ഷേ എനിക്ക് തോന്നുന്നു അവരുടെയൊക്കെ വിമർശനത്തിൽ അസൂയയുടെ ഒരു അംശം ഉണ്ടോ എന്ന് തോന്നുന്നു. കാരണം അവരൊക്കെ എഴുതുന്ന പുസ്തകങ്ങളെ, രചനകളെക്കാൾ എത്രയോ മടങ്ങ് ഇത് ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പറയുന്ന മുട്ടത്തുവർക്കിയുടെ കഥകൾ പോലും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അത് വായിച്ച് വാരികളാണെങ്കിൽ പോലും അത് വായിച്ച് നമ്മുടെ ഇടയിൽ ഒരു സാക്ഷരത ഉണ്ടായില്ലേ, ഒരു പുസ്തകം വായിക്കുന്ന ഒരു രീതി ഉണ്ടായില്ലേ. അതുപോലെ തന്നെയാണ് ആർ രാജശ്രീയുടെ പുസ്തകം. വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടതാണ് കഥ എന്നെഴുതിയിരിക്കുന്ന ആ പുസ്തകം പച്ചയായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മേൽക്കോയ്മയ്ക്കെതിരെ നടത്തുന്ന വലിയൊരു യുദ്ധമാണത്. അപ്പോൾ അവിടെ ആ തെറിയായിട്ട് തന്നെ പറയുന്നു, ജീവിതം പച്ചയായിട്ട് തന്നെ പറയുന്നു. അത് ടി പത്മനാഭൻ പറഞ്ഞു. ഇപ്പോൾ ടി പത്മനാഭൻ എന്ന് പറയുന്ന പ്രസിദ്ധനായിട്ടുള്ള ചെറുകഥാകൃത്ത് സാഹിത്യകാരൻ പറഞ്ഞു, ഇപ്പോൾ ഈ തെറി എഴുതുന്ന, അവർക്ക് പുരസ്കാരം ലഭിച്ചപ്പോൾ തെറി എഴുതുന്ന പുസ്തകങ്ങൾക്കാണല്ലോ ഇപ്പോൾ അവാർഡ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് അവിടെ ഒരു അസൂയ പ്രവർത്തിക്കുന്നത്. ഇവര് ഇത്തരത്തിലുള്ള ഒന്ന് രണ്ടുപേര് ഇങ്ങനെയും പറഞ്ഞു. അഖില് ഇത്തരത്തിലുള്ള ജൂറിയെ ചെന്ന് കണ്ട് ജൂറികളുടെ മേൽ സ്വാധീനം ചെലുത്തിയാണ് ഈ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് വാങ്ങിച്ചത്. കേന്ദ്ര സാഹിത്യ യുവജന അവാർഡാണ്, യുവാക്കളുടെ അവാർഡാണ്. ഈ അവാർഡ് വാങ്ങിയത് ജൂറിയെ ചെന്ന് കണ്ട്. അപ്പൊ ഇത്തരത്തിൽ നടന്നിട്ടുണ്ടോ ഈ പറയുന്ന വ്യക്തികൾ? തെളിവുണ്ടോ അതിന്? അസൂയ എന്നല്ലാതെ പറയാൻ പറ്റില്ല. പല അവാർഡുകൾക്ക് പിന്നിലും സ്വാധീനം ഉണ്ടാവാം. കേരളത്തിൽ കൊടുക്കുന്ന പല സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾക്ക് പിന്നിലും ഇതുപോലെ സ്വാധീനം ഉണ്ടാവാം. പക്ഷേ നിങ്ങൾ തെളിവില്ലാതെ അങ്ങനെ ആരോപണം വയ്ക്കുന്നത് നിലവാര തകർച്ചയാണ്. നിലവാരമില്ലാതെ പറയാം. ഈ ടി പത്മനാഭന് ജനങ്ങൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പുസ്തകത്തെ ഇങ്ങനെ തൻ്റെ പുസ്തകം താൻ വിചാരിക്കുന്ന പോലെ ആയിരിക്കണം പുസ്തകം എന്ന് പറയുന്നത്. എങ്ങനെയായിരിക്കണം ആറ്റം ബോംബ് നിർമ്മിക്കുക എന്ന് അമേരിക്ക ഡിക്റ്റേറ്റ് ചെയ്യുന്നത് പോലെയാണ്. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതും. ജനങ്ങൾ സ്വീകരിക്കുന്നെങ്കിൽ സ്വീകരിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട. അതിനപ്പുറം ഇങ്ങനെ വേണം, എൻ്റെ പുസ്തകം പോലെ ഇരിക്കണം നിങ്ങളുടെയും പുസ്തകം, ഞാൻ എഴുതുന്ന പുസ്തകം പോലെ ഇരിക്കണം രഞ്ജിനിയുടെയും പുസ്തകം എന്ന് ഞാൻ ചടിക്കുന്നത് ഒരുതരം ലിറ്റററി ഫാഷിസമാണ്.